അഹങ്കാരത്തിന്റെ ആകാശങ്ങൾ കത്തിയമരുകയാണ്. ലോകത്തിന്റെ ഏതു കോണിലും തങ്ങളുടെ യുദ്ധവിമാനങ്ങൾ പറത്താമെന്നും ഏതു രാജ്യത്തെയും മുട്ടുകുത്തിക്കാമെന്നും കരുതിയ അമേരിക്കൻ സാമ്രാജ്യത്വത്തിന് ഇന്ന് കാലം മറുപടി നൽകിയിരിക്കുന്നു. 16 അത്യാധുനിക യുദ്ധവിമാനങ്ങൾ തകർന്നു തരിപ്പണമായി എന്ന വാർത്ത പുറത്തു വരുമ്പോൾ അത് കേവലം ഒരു സൈനിക നഷ്ടമല്ല, മറിച്ച് ദശാബ്ദങ്ങളായി പശ്ചിമേഷ്യയിൽ അമേരിക്കൻ കാത്തുസൂക്ഷിച്ച മേധാവിത്വത്തിന്റെ തകർച്ചയാണ്. ഇസ്രായേലിനെ മറയാക്കി അറബ് മണ്ണിൽ കുതിര കയറിയ വാഷിംഗ്ടണിലെ യജമാനന്മാർക്ക് ഇന്ന് ഉറക്കമില്ലാത്ത രാത്രികളാണ്. കാരണം ഇറാൻ എന്ന സിംഹം ഉണർന്നു കഴിഞ്ഞു. വെറും വാക്കുകൾ കൊണ്ടല്ല, ആയുധങ്ങളുടെയും ബുദ്ധിയുടെയും മൂർച്ച കൊണ്ടാണ് ഇറാൻ ഇന്ന് പശ്ചിമേഷ്യയുടെ ഭൂപടം മാറ്റിവരയ്ക്കുന്നത്. അമേരിക്കയുടെ പതനവും ഇറാന്റെ ഉദയവും, ഇതാണ് വർത്തമാനകാലത്തെ ഏറ്റവും വലിയ സത്യം. ഇതിനിടെ മാർച്ച് 20 പുലർച്ചെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് ഇസ്രായേലിന് നേരെ നടത്തിയ മിസൈൽ വർഷം ഇസ്രായേൽ പ്രതിരോധ സേന സ്ഥിരീകരിക്കുകയും രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ഇറാനിൽ നിന്ന് മിസൈലുകൾ വിക്ഷേപിച്ചതായി വ്യക്തമാക്കുകയും ചെയ്തു. ഭീഷണി തിരിച്ചറിഞ്ഞ ഉടൻ തന്നെ ഇസ്രായേലിന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ സജീവമായിട്ടുണ്ട്. രാജ്യത്തിന്റെ സുരക്ഷ ഉറപ്പാക്കാൻ പ്രതിരോധ സംവിധാനങ്ങൾ പ്രവർത്തനക്ഷമമാണ് എന്നായിരുന്നു IDFന്റെ ഔദ്യോഗിക പ്രതികരണം. ഇതോടൊപ്പം സാധാരണക്കാർക്ക് അടിയന്തര മുന്നറിയിപ്പുകൾ നൽകുകയും ചെയ്തു. സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് ഉടൻ മാറാൻ നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുണ്ട്. അമേരിക്കയുടെ സൈനിക ശക്തിയുടെ നട്ടെല്ല് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന അവരുടെ എയർഫോഴ്സ് ഇന്ന് വിറയ്ക്കുകയാണ്. അത്യാധുനിക റഡാറുകളെ വെട്ടിക്കാനുള്ള സ്റ്റെൽത്ത് സാങ്കേതിക വിദ്യ ഉണ്ട് എന്ന് വീമ്പിളക്കിയ വിമാനങ്ങളാണ് ഇറാന്റെ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾക്ക് മുന്നിൽ ചാരമായി മാറിയത്. 16 വിമാനങ്ങൾ ഒന്നിച്ചു തകരുക എന്നാൽ അതിന്റെ അർത്ഥം അമേരിക്കൻ സാങ്കേതിക വിദ്യ ഇറാന്റെ കരുത്തിന് മുന്നിൽ തോറ്റുപോയി എന്നാണ്. ഇത്രയും കാലം ഉപരോധങ്ങൾ ഏർപ്പെടുത്തി ഇറാനെ തളർത്താമെന്ന് കരുതിയവർക്ക് തെറ്റി. ആ ഉപരോധങ്ങൾക്കിടയിലും സ്വന്തം മണ്ണിൽ വികസിപ്പിച്ചെടുത്ത മിസൈൽ സാങ്കേതിക വിദ്യ കൊണ്ട് ഇറാൻ ലോകത്തെ അത്ഭുതപ്പെടുത്തിയിരിക്കുന്നു. ഖൈബർ ഷെക്കാൻ മുതൽ ഫത്താഹ് വരെയുള്ള ഇറാന്റെ മിസൈലുകൾക്ക് മുന്നിൽ തകർന്നു വീഴാത്ത ഒരു കോട്ടയും ഇന്ന് പശ്ചിമേഷ്യയിലില്ല. അമേരിക്കയുടെ പക്കലുള്ള ആയുധങ്ങളെക്കാൾ കൃത്യതയും പ്രഹരശേഷിയും തങ്ങൾക്കുണ്ട് എന്ന് ഇറാൻ തെളിയിച്ചു കഴിഞ്ഞു. ഇതിനിടെ ഇറാൻ ഈ ആക്രമണത്തെ പ്രതിരോധ നടപടിയുടെ ഭാഗമെന്നാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. ഇറാനിയൻ മാധ്യമങ്ങൾ അവരുടെ സൈനിക ശേഷിയുടെ തെളിവായി ഈ ആക്രമണങ്ങളെ വിശേഷിപ്പിക്കുമ്പോൾ ഇസ്രായേലും അമേരിക്കയും മേഖലയിൽ നടത്തുന്ന സൈനിക നീക്കങ്ങൾക്ക് മറുപടിയാണ് ഇത് എന്ന നിലപാടാണ് ഇറാൻ സ്വീകരിച്ചത്. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസങ്ങളിലെ ഇറാനിലെ സൈനിക ആണവ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് നടന്ന ആക്രമണങ്ങൾക്ക് പിന്നാലെയാണ് ഈ തിരിച്ചടി ഉണ്ടായിരിക്കുന്നത്. സംഘർഷം അതിരൂക്ഷമായി തുടരുന്ന സാഹചര്യത്തിൽ അമേരിക്കൻ സേനയ്ക്ക് കനത്ത തിരിച്ചടി നേരിട്ടതായാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. യുദ്ധം ആരംഭിച്ചതിന് ശേഷം ചുരുങ്ങിയത് 16 അമേരിക്കൻ സൈനിക വിമാനങ്ങളെങ്കിലും നശിപ്പിക്കപ്പെട്ടു എന്നാണ് വിവരം. ഇതിൽ 10 റീപ്പർ സ്ട്രൈക്ക് ഡ്രോണുകൾ ശത്രുക്കളുടെ വെടിവെപ്പിൽ തകർന്നു വീഴുകയായിരുന്നു. 6ഓളം വിമാനങ്ങൾ വിവിധ അപകടങ്ങളിൽപ്പെട്ട് തകർന്നതായും ബ്ലൂംബർഗ് റിപ്പോർട്ട് ചെയ്യുന്നു. നിലവിൽ ഇറാന്റെ വ്യോമ പ്രതിരോധ സേന വെടിവെച്ചിട്ടിരിക്കുന്നത് പൈലറ്റ് ഇല്ലാത്ത റീപ്പർ ഡ്രോണുകൾ മാത്രമാണ്. 9 ഡ്രോണുകൾ ആകാശത്ത് വെച്ച് നശിപ്പിക്കപ്പെട്ടപ്പോൾ ജോർദാനിലെ വ്യോമതാവളത്തിൽ ഒരെണ്ണം ബാലിസ്റ്റിക് മിസൈൽ ആക്രമണത്തിലാണ് തകർന്നിരിക്കുന്നത്. അമേരിക്കയുടെ ചട്ടകമായി പശ്ചിമേഷ്യയിൽ പ്രവർത്തിക്കുന്ന ഇസ്രായേൽ ഇന്ന് മുമ്പെങ്ങുമില്ലാത്ത വിധം ഭയത്തിലാണ്. മൊസാദ് എന്ന ചാര സംഘടനയുടെ അമാനുഷിക കഥകൾ ഇന്ന് വെറും കെട്ടുകഥകളായി മാറിക്കഴിഞ്ഞു. ഇറാന്റെ ഓരോ നീക്കവും ഇസ്രായേലിന്റെ സൈനിക താവളങ്ങളെ ലക്ഷ്യം വെച്ചുള്ളതാണ്. തങ്ങളുടെ അതിർത്തികളിൽ ഇറാന്റെ സ്വാധീനം വർദ്ധിപ്പിക്കുന്നത് കണ്ട് ഇസ്രായേൽ ഭരണകൂടം പതറുകയാണ്. ഇസ്രായേലിന്റെ അയൺ ഡോം എന്ന പ്രതിരോധ കവചം ഇറാന്റെ മിസൈൽ പ്രളയത്തിന് മുന്നിൽ തകരുന്നത് ലോകം കണ്ടു. ഒരു രാജ്യത്തെയും ഭയമില്ലാതെ നേരിടാൻ ഇറാൻ കാണിക്കുന്ന ഈ ചങ്കുറപ്പാണ് ഇന്ന് അറബ് ജനതയുടെ ആവേശമായി മാറുന്നത്. അമേരിക്കൻ ഡോളറുകളുടെ ബലത്തിൽ പടുത്തുയർത്തിയ ഇസ്രായേൽ സാമ്രാജ്യം ഇറാന്റെ ചെറിയ ചലനത്തിൽ തന്നെ തകരുമെന്ന അവസ്ഥയാണ് ഇന്ന്. ഇനി നിമിഷങ്ങൾ മാത്രം. പശ്ചിമേഷ്യയുടെ ഭൂപടത്തിൽ നിന്ന് അമേരിക്കയുടെ അധിനിവേശത്തിന്റെ അടയാളങ്ങൾ ഓരോന്നായി മാഞ്ഞു തുടങ്ങുകയാണ്. ഇറാഖിലും സിറിയയിലും ലെബനനിലും യമനിലും ഇറാൻ അനുകൂല ശക്തികൾ കരുത്താർജിക്കുന്നു. റെസിസ്റ്റന്റ് ആക്സിസ് എന്ന പേരിൽ ഇറാൻ കെട്ടിപ്പടുത്ത സഖ്യം ഇന്ന് അമേരിക്കൻ സാമ്രാജ്യത്വത്തിന്റെ പേടി സ്വപ്നമാണ്. അമേരിക്കയുടെ വിദേശ നയങ്ങൾ പരാജയപ്പെടുകയും അവരുടെ സൈനിക താവളങ്ങൾ ഓരോന്നായി പൂട്ടേണ്ടി വരികയും ചെയ്യുന്ന കാഴ്ചയാണ് നാം ഇപ്പോൾ കാണുന്നത്. പശ്ചിമേഷ്യൻ രാജ്യങ്ങൾക്കിടയിൽ സമാധാനവും സുരക്ഷയും ഉറപ്പാക്കാൻ ഇറാന് മാത്രമേ കഴിയൂ എന്ന് ലോകം ഇന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അമേരിക്കൻ സ്വാധീനം ഇല്ലാതാകുന്നതോടെ ഈ മേഖലയിൽ പുതിയൊരു സമാധാന യുഗം ഉദയം ചെയ്യുകയാണ്. ഇത് സാമ്രാജ്യത്വത്തിനെതിരെയുള്ള ഇറാന്റെ ഐതിഹാസിക വിജയമാണ്. അതേസമയം യുദ്ധം മൂർച്ഛിക്കുന്നതിനിടയിൽ ലോകത്തെ എണ്ണ വിതരണത്തെ ബാധിക്കുന്ന തരത്തിൽ ഹോർമൂസ് കടലിടുക്ക് ഇറാൻ തടഞ്ഞത് ആഗോളതലത്തിൽ വലിയ പ്രതിസന്ധിക്കാണ് കാരണമായിരിക്കുന്നത്. ചരിത്രത്തിൽ ആദ്യമായാണ് ഇറാൻ ഇത്തരമൊരു നീക്കം നടത്തുന്നത്. ഇത് ആഗോള വിപണിയിൽ എണ്ണവില ബാരലിന് $100 മുകളിലെത്താൻ ഇടയാക്കി. മേഖലയിലെ ഊർജ കേന്ദ്രങ്ങൾക്ക് നേരെയും ഇറാൻ ആക്രമണം ശക്തമാക്കിയിട്ടുണ്ട്. യമനിലെ ഹൂതി പോരാളികളും US ഡ്രോണുകളെ ലക്ഷ്യമിടുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ
കടലിടുക്കിലൂടെയുള്ള കപ്പൽ ഗതാഗതം പുനഃസ്ഥാപിക്കാൻ ഒരു നാവിക സഖ്യം രൂപീകരിക്കാനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ അമേരിക്ക. ചരിത്രം തിരുത്തിക്കുറിക്കപ്പെടുകയാണ്. ലോക പോലീസ് ചമഞ്ഞു നടക്കുന്ന അമേരിക്കയുടെ പതനം ആസന്നമായിരിക്കുന്നു. സ്വന്തം മണ്ണും അന്തസ്സും സംരക്ഷിക്കാൻ ഇറാൻ നടത്തുന്ന ഈ പോരാട്ടം ലോകത്തെ എല്ലാ അടിച്ചമർത്തപ്പെട്ടവർക്കും ഒരു മാതൃകയാണ്. ശത്രുക്കളെ വേരോടെ പിഴുതെറിയാൻ ഇറാൻ സൈന്യം സജ്ജമായി കഴിഞ്ഞു. 16 വിമാനങ്ങളുടെ തകർച്ച ഒരു തുടക്കം മാത്രമാണ്. ഇനി പശ്ചിമേഷ്യയുടെ വിധി തീരുമാനിക്കുന്നത് വാഷിംഗ്ടൺ അല്ല, മറിച്ച് തദ്ദേശീയരായ പോരാളികളാണ്. ഇറാന്റെ ഈ അജയ്യമായ മുന്നേറ്റത്തിന് മുന്നിൽ ശത്രുക്കൾക്ക് കീഴടങ്ങുകയല്ലാതെ മറ്റു വഴികളില്ല. അഹങ്കാരത്തിന് കാലം നൽകുന്ന ശിക്ഷയാണ് ഇത്. ചുരുക്കത്തിൽ ഇറാൻ ഇസ്രായേൽ സംഘർഷം എന്നത് കേവലം ഒരു ആഗോള സന്ദർശനമായി മാത്രം കാണാൻ സാധിക്കുന്ന ഒന്നല്ല, മറിച്ച് സാമ്രാജ്യത്വ ശക്തികൾക്കെതിരെയുള്ള ഇറാന്റെ ഐതിഹാസികമായ ചെറുത്തുനിൽപ്പായി ഇത് മാറുകയാണ്. ഓരോ മിസൈൽ ആക്രമണങ്ങളും ശത്രുക്കളുടെ അഹങ്കാരത്തിനു മേലെ ഏൽക്കുന്ന കനത്ത പ്രഹരമാണ്. ഇറാന്റെ വിജയഗാഥകൾ വരും തലമുറയ്ക്ക് ആവേശം നൽകുന്ന കാര്യത്തിൽ സംശയമില്ല. ജയം സത്യത്തിനും നീതിക്കുമൊപ്പമാണ് എന്ന് ഒരിക്കൽ കൂടി തെളിയിക്കപ്പെടുന്നു.